കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ മരിച്ച ഇബ്രാഹിമിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു. മേഘന, മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആരൊക്കെ അവിടെ അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്? ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? മണിക്കൂറുകളുടെ അനിശ്ചിതത്വത്തിന് ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കുന്നത്. അതിനുശേഷം മൃതദേഹം കൂരാച്ചുണ്ടിലേക്ക് കൊണ്ടുപോയി, ജന്മനാടായിട്ടുള്ള കൂരാച്ചുണ്ടിലേക്ക് കൊണ്ടുപോയി. കൂരാച്ചുണ്ടിൽ നിന്ന് കക്കയത്തേക്ക് വിലാപയാത്രയായാണ് മൃതദേഹം കൊണ്ടുപോയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർക്കാരിന്റെ പ്രതിനിധിയായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. മാത്രമല്ല, വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളും മറ്റും മെഡിക്കൽ കോളേജിൽ അബ്രഹാമിന്റെ മൃതദേഹം കാണാനായി എത്തിയിരുന്നു. ശേഷം കക്കയത്തെ വീട്ടിൽ അല്പസമയം മുൻപാണ് കക്കയത്തെ വീട്ടിൽ വിലാപയാത്രയായി എബ്രഹാമിന്റെ മൃതദേഹം എത്തിക്കുന്നത്. അവിടെ താമരശ്ശേരി ബിഷപ്പ് അടക്കമുള്ള ആൾക്കാർ എബ്രഹാമിന് അന്തിമോപചാരം അർപ്പിച്ചു. ശേഷം അല്പസമയത്തിനകം തന്നെ കക്കയം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ അന്തിമോപചാര ചടങ്ങുകൾ നടക്കും. ശേഷം 6 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി മേഘന.